ഇവിടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറഞ്ഞു. അമേരിക്കൻ ബസ്സിനെ കണ്ടാൽ പേടിക്കുന്നതാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്ന്. വാക്ക് ഇഡിയെ കണ്ടാൽ പേടിക്കുന്ന പ്രതിപക്ഷ നേതാവല്ല, ട്രംപിന്റെ മുന്നിലല്ല, ഏത് ലോകരാഷ്ട്ര തലവന്റെ മുന്നിലും ഭാരതത്തിന്റെ നിലപാട് പറയാൻ കരുത്തുള്ള പ്രധാനമന്ത്രിയാണ് ഭാരതത്തിന് ഉള്ളത്. രണ്ട് ഗവൺമെന്റും തുടർച്ചയായി ഈ സംസ്ഥാനം ഭരിച്ച സർ കേന്ദ്ര ഗവൺമെന്റ് ഒറ്റ ഒരു പോയിന്റ്, ഈ അടിയന്തര പ്രമേയത്തിനകത്ത് BJP ഒപ്പിട്ടിട്ടില്ല. പക്ഷെ അങ്ങേക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ ലിമിറ്റഡായിട്ട് പറഞ്ഞ് പോവുകയും ചെയ്യാം. അല്ല, അദ്ദേഹം ഇതിനകത്തെ കക്ഷിയല്ല, അദ്ദേഹം അതിനകത്ത് ഒപ്പിട്ടിട്ടില്ല. സാർ അതല്ല, വളരെ സ്പീക്കർ അനുവദിച്ച ഒരു കാര്യത്തെ സംബന്ധിച്ച് ചില നിലപാടുകൾ പറയാൻ അവസരം സ്പീക്കർ തന്നിട്ടുണ്ട്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് കാലാകാലങ്ങളിൽ കൊടുത്തിട്ടുള്ള നരേന്ദ്രമോദിജിയുടെ ഗവൺമെന്റ് രണ്ട് ഗവൺമെന്റിനെയും കാലഘട്ടത്തിൽ കൊടുത്ത കണക്കനുസരിച്ച് ഇവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രം ഒരു വിവേചനവും കാണിക്കുന്നില്ല എന്ന് ബഹുമാനായ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. മറ്റൊന്ന്, ചെറുതായിട്ട് ഇന്റർഫിയർ ചെയ്യട്ടെ, ഒരു മിനിറ്റ് ഞാൻ ഇന്റർഫിയർ ചെയ്യട്ടെ, ഒറ്റ സെക്കൻഡ്. ഇവിടെ ഈ വോക്കൗട്ടിനകത്ത് പങ്കെടുക്കാൻ പറ്റുന്നത് ഈ പ്രമേയത്തിൽ ഒപ്പിട്ട ആളുകൾക്കാവും. പ്രമേയത്തിൽ ഒപ്പിട്ടിട്ടുള്ള ശ്രീ പ്രവീൺ തൊട്ടപ്പുറത്ത് പുറകിലുണ്ട്. അങ്ങയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ അങ്ങയ്ക്ക് വളരെ ചുരുക്കി പറയുന്നതിന് ഞാനൊരു സാവകാശം തരികയും ചെയ്യാം. അങ്ങ് പ്രസംഗം തുടങ്ങിയത് കൊണ്ട് വേഗം ലിമിറ്റ് ചെയ്താൽ വോക്കൗട്ട് പ്രസംഗത്തിലേക്ക് അവർക്ക് ശ്രീ പ്രവീണിനെ വിളിക്കാൻ പറ്റും. അല്ല, തുടങ്ങിയത് കൊണ്ട്, തുടങ്ങിപ്പോയത് പുതിയ മെമ്പറാണ്, അദ്ദേഹം ഇതൊക്കെ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹം തുടങ്ങിയ ഒരു പ്രസംഗത്തിൻ്റെ ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിയെന്നൊരു ആക്ഷേപം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അതൊരു എക്സെപ്ഷണൽ കേസായിട്ട് ശ്രീ ഗോപൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കേട്ടില്ല മൈക്ക്. ഇല്ലില്ല, പ്രസിഡന്റ് അല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിശദീകരണം കൂടി പറഞ്ഞത്. ഈ വിശദീകരണം പറഞ്ഞത് പ്രസിഡന്റ് ആകാതിരിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം പുതിയ മെമ്പറാണ്, അദ്ദേഹം സംസാരം തുടങ്ങിയാണ്. ഇതിലല്ലായിരുന്നു എന്ന് വരികിൽ മെയ്ഡൻ സ്പീച്ച് എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു പ്രിവിലേജും ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങ് തുടങ്ങിയത് കഴിയുന്നത്ര വേഗം ലിമിറ്റ് ചെയ്ത് അടുത്ത വോക്കൗട്ട് പ്രസംഗത്തിലേക്ക് നമുക്ക് പോകണം. സർ, കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് കൊടുത്ത് വരുന്ന നികുതിയെ സംബന്ധിച്ച്, അതിൻ്റെ വർധനവിനെ സംബന്ധിച്ചും ബഹുമാനായ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു സംസ്ഥാനത്തിന് അർഹതപ്പെട്ട എല്ലാ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായും കൊടുക്കുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ചത് ടാറിന്റെ വില വർധനവ് സംബന്ധിച്ച് അങ്ങയുടെ മണ്ഡലത്തിലടക്കം പൊതുമരാമത്തിന്റെ പ്രവൃത്തി നടക്കുന്നില്ല എന്ന് പറഞ്ഞു. സർ, കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിലും ടാറിന്റെ വില വർധനവ് മുമ്പിൽ ഞാൻ എൻ്റെ നിയമസഭാ മണ്ഡലത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ യോഗം വിളിച്ചു കൂട്ടിയപ്പോൾ അവർ പറഞ്ഞത് ടാറിന്റെ വില അന്യായമായി വർദ്ധിച്ചിട്ടുണ്ട്, അത് മാറ്റം വരുത്താതെ ടാറിംഗ് പണി നടക്കില്ല എന്നാണ് സൂചിപ്പിച്ചത്. ഇവിടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറഞ്ഞു. അമേരിക്കൻ ബസ്സിനെ കണ്ടാൽ പേടിക്കുന്നതാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്ന്. വാക്ക് ഇഡിയെ കണ്ടാൽ പേടിക്കുന്ന പ്രതിപക്ഷ നേതാവല്ല, ട്രംപിന്റെ മുന്നിലല്ല, ഏത് ലോകരാഷ്ട്ര തലവന്റെ മുന്നിലും ഭാരതത്തിന്റെ നിലപാട് പറയാൻ കരുത്തുള്ള പ്രധാനമന്ത്രിയാണ് ഭാരതത്തിന് ഉള്ളത്. രണ്ട് ഗവൺമെന്റും തുടർച്ചയായി ഈ സംസ്ഥാനം ഭരിച്ച നമ്മളൊരു സാവകാശം കാണിക്കൂ, മെയ്ഡൻ സ്പീച്ച് അല്ലേ, അത് ലിമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, തീർന്നുകൊണ്ടിരിക്കുക. ഗോവൻ നമുക്കത് വേഗം തീർക്കാം. ഈ സംസ്ഥാനം രൂപീകൃതമായ കാലഘട്ടം മുതൽ ഈ രണ്ട് മുന്നണിയുമാണ് ഇവിടെ ഭരിച്ചിട്ടുള്ളത്. ഇവിടെ ഉണ്ടായ എല്ലാ സാമ്പത്തിക പ്രതിസന്ധിയുടെയും ഉത്തരവാദിത്തം ഈ രണ്ട് മുന്നണികൾക്കുമാണ്. ഈ ഗുരുതരമായ ഒരു സാമ്പത്തിക ബഹുമാനപ്പെട്ട അംഗം, നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഡിബേറ്റ് കേൾക്കോ, ഗവർണർക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്ന നന്ദി പ്രമേയത്തെക്കുറിച്ചുള്ള ചർച്ച വരുന്നുണ്ട്. ആ ചർച്ചയിൽ അങ്ങയ്ക്കും അങ്ങയുടെ പാർട്ടിക്കും പറയാനുള്ള കാര്യങ്ങൾ വിശദമായി പറയാൻ പറ്റും. അതുകൊണ്ട് ഈ പ്രാവശ്യം അത് റെസ്യൂം ചെയ്യൂ. അങ്ങനെ റെസ്യൂം ചെയ്ത് വോക്കൗട്ട് പ്രസംഗത്തിന് വേണ്ടി അവരെ അനുവദിക്കാം.